കഴിഞ്ഞ ദിവസം നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാന സംസാര വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സൗന്ദര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് അന്ന് കൈകളുടെ സൗന്ദര്യത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകാൻ പോവുകയാണല്ലോ. അപ്പോൾ കമ്പനീസിലും ഓഫീസസിലൊക്കെ സെലിബ്രേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോകാനും പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളായിരുന്നു. അല്പസമയം അങ്ങനെ ചർച്ചാ വിഷയമായിരുന്നത്. അങ്ങനെ കൈകളിൽ മാനിക്യൂർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കൈകളൊക്കെ ഒന്ന് എടുത്ത് കൊടുത്ത് നോക്കി, വല്ലപ്പോഴും ആണല്ലോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടത്തിൽ ഒരാൾക്ക് വലിയ സങ്കടം. എൻ്റെ വിരലുകൾ കാണാൻ ഭംഗിയില്ല, എൻ്റെ വിരലുകൾക്ക് നീളമില്ല, നിറമില്ല. പലപ്പോഴും പലരും പാസിംഗ് റിമാർക്സ് പോലെ പറയുന്ന പല കമൻറ്റും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ. പക്ഷേ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അക്കൂട്ടത്തിൽ ഞങ്ങളൊരു 5-6 പേരുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ കയ്യിൽ കൂടുതലായിട്ട് പൈസയായിട്ടാവട്ടെ എന്തു തന്നെ ആയിട്ടാവട്ടെ ഭക്ഷണമായിട്ടാവട്ടെ എന്തുണ്ടെങ്കിലും അത് ദാനം ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാവുന്നത് ഈ പറഞ്ഞൊരു വ്യക്തിക്കാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള കൈകൾ അവളുടെ തന്നെയല്ലേ. അപ്പോൾ ഞാനത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അതൊരു ആശ്വാസവാക്ക് മാത്രമല്ല, അത് സത്യം തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നത് ഏത് കൈകളാണോ ആ കൈകൾക്കാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ യോഗ ക്ലാസ്സിൽ വരുമ്പോൾ പലർക്കും ധ്യാനം അതുപോലെ തന്നെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാണായാമം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൂടുതൽ താല്പര്യം യോഗാസനങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം മെഡിറ്റേഷൻ പ്രാണായാമം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം അത് ശരീരം അധികം അനങ്ങാൻ വേണ്ട, ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ, അങ്ങനെയാണ് ഒരു വിചാരം. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് പ്രാണായാമം, ധ്യാനം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് ഈ ലോകത്ത് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് പോലും, സാധാരണക്കാരായ ജനങ്ങളിലുള്ളവർക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. പലരുടെയും എക്സ്പീരിയൻസ് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ശ്രമിക്കുകയാണ് അല്ലേ, നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ ശ്രമങ്ങളിലൂടെ ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇപ്പോഴത്തെ കോമൺ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്. കൂടുതലും കണ്ടുവരുന്നത് ഡിപ്രഷൻ, ആൻസൈറ്റി, അതുപോലെ സ്ട്രെസ് ഒരുപാട് കൂടിയിട്ടുള്ള ലോൺലിനെസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ശരീരത്തിനെ ബാധിക്കുന്നതും ബോഡി പെയിൻ, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ വരിക, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ പൊതുവായിട്ട് കണ്ടുവരുന്നത്. എല്ലാവർക്കും വന്ന് ചോദിക്കാനുള്ള ഒരേ കാര്യം, അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ ആരോ ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടു മെഡിറ്റേഷൻ ഇതിനെല്ലാം ഒരു പരിഹാരമാകുന്നു. അപ്പോൾ അത് സാധ്യമാണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. ഞാൻ ആർക്കും ഡിപ്രഷൻ ഒരുപാടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരോടോ പോയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറയാറേ ഇല്ല. അതിന് പകരം ചെറിയ ബ്രീത്തിങ് എക്സസൈസസ് മാത്രമേ അഡ്വൈസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് കാണുന്നവർ എല്ലാവരും തന്നെ ആരെങ്കിലും ഞാൻ ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്വയം വീഡിയോസ് കണ്ടും അല്ലാതെ വ്യക്തമായ അറിവുള്ളവരോട് കൺസൾട്ട് ചെയ്യാതെ പ്രാണായാമമോ മെഡിറ്റേഷനോ ചെയ്യാതിരിക്കുക. നമുക്കങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഒരു ചികിത്സാവിധി എടുക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സപ്പോർട്ട് വേണം, അഡ്വൈസ് വേണം എന്നുണ്ടെങ്കിൽ അറിവുള്ളവരായിട്ട് കണക്ട് ചെയ്യുക, ഇത് പഠിച്ചവരായിട്ട് കണക്ട് ചെയ്യുക. അവരുടെ അഡ്വൈസോട് കൂടി മാത്രം നിങ്ങൾ പ്രാണായാമം, മെഡിറ്റേഷൻ എന്നിവ ചെയ്യാം. അതുപോലെ തന്നെ മുദ്ര പ്രാണായാമം എന്ന് പറയുന്നതൊക്കെ ഒരു തലത്തിന് മുകളിലാണ്. അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അതിനെപ്പറ്റി പൂർണ്ണമായ ധാരണയുള്ളവർ മാത്രമേ അത് ചെയ്യാവൂ. ധാരണയില്ലെങ്കിൽ അതിനൊന്നും പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഠിച്ചവരായിട്ട് കൺസൾട്ട് ചെയ്യുക, അവരുടെ അഡ്വൈസ് എടുത്തുകൊണ്ട് മാത്രം പ്രാണായാമം, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. പ്രത്യേകമായി എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെല്ലാം ഡയറക്റ്റായിട്ട് മനസ്സിനെയും ശരീരത്തിനെയും ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കൈകളിൽ തുടങ്ങി കൈകളിൽ തന്നെ അവസാനിപ്പിക്കാം. കൈകളെന്ന് പറയുന്നത് ദാനം ഏറ്റവും മഹത്വമായ ഒന്നാണെന്ന് പറയുന്നത് പോലെ തന്നെ പ്രാണായാമം വളരെ നല്ലതാണെന്ന് പറയുമ്പോൾ മുദ്ര പ്രാണായാമം ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി പറയുകയാണ്. നമ്മുടെ ഈ കൈവിരലുകൾ എന്ന് പറയുന്നത് എത്ര മഹത്വമായതാണെന്ന് അറിയാം. ഈ കൈവിരലുകൾക്ക് ഓരോന്നിനും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ
തള്ളവിരൽ എന്ന് നമ്മൾ പറയുന്ന ഈ വിരലിൻ്റെ പേരാണ് അങ്കുഷ്ഠ. രണ്ടാമത്തെ വിരൽ തർജിനി, മൂന്നാമത്തെ വിരൽ മധ്യമ, നാലാമത്തെ വിരൽ അനാമിക, അഞ്ചാമത്തെ വിരൽ കനിഷ്ഠിക. ഇങ്ങനെ 5 വിരലുകൾ നമുക്ക് പേരിട്ട് വിളിക്കാം. ഇത് ഞാനിട്ട പേരല്ല, ഇത് വിവരമുള്ളവർ പണ്ട് സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പല പല ഗ്രന്ഥങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊക്കെ അറിയാവുന്നവർക്ക് ഒരുവിധം പേർക്കും അറിയാവുന്നതാണ് പഞ്ചഭൂതങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ത്രിദോഷങ്ങളെ പറ്റിയും. അപ്പോൾ ഈ 5 വിരലുകൾ എന്ന് പറയുമ്പോൾ ഇത് പഞ്ചഭൂതങ്ങളായിട്ട് കണക്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ഈ വിരൽ അങ്കുഷ്ഠ ഫയറായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. തർജിനി എയർ, മധ്യമ സ്പേസ്, അനാമിക എർത്ത്, കനിഷ്ഠിക വാട്ടർ. അങ്ങനെ പഞ്ചഭൂതങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. അത് ഇൻടേൺ ത്രിദോഷങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഉള്ള ത്രിദോഷങ്ങൾ, വാതം, പിത്തം, കഫം എന്ന് പറയുന്ന ത്രിദോഷങ്ങളായിട്ടും കണക്റ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് മുദ്ര പ്രാണായാമം ചെയ്യുന്ന സമയത്ത് ഒരു അറിവുള്ള വ്യക്തിയുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ ചെയ്യരുത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ മുദ്ര പ്രാണായാമം ചെയ്യുമ്പോൾ ഈ വിരലുകളുടെ കോമ്പിനേഷൻസാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ അത് മാനസികമായും ശാരീരികമായും ശരിയായ രീതിയിൽ ചെയ്യുന്ന സമയത്ത് മാനസികമായും ശാരീരികമായും നല്ല രീതിയിൽ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന കാര്യമാണ് മുദ്ര പ്രാണായാമം. അറിവോടെ ചെയ്താൽ ഏറ്റവും നല്ല രീതിയിൽ അത് പോസിറ്റീവായി നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് നമ്മളിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ഉപകരിക്കുന്നതാണ് മുദ്ര പ്രാണായാമം. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാനോ പ്രാക്ടീസ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ആചാര്യന്മാരെ കൺസൾട്ട് ചെയ്ത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി മാത്രം അതിന് തീരുമാനമെടുക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ഞാൻ വരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുള്ളവർക്ക് എനിക്ക് മെസ്സേജോ അല്ലെങ്കിൽ കമൻറ്റോ ഡയറക്റ്റായിട്ട് ഇടാം. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.